നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് GKയുടെ CSEB എക്സാമിൻ്റെയൊക്കെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ. അപ്പം അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പം വേറെ GKയുടെ പോർഷൻ CSEB എക്സാമിൻ്റെയൊക്കെ നമ്മൾ CSEB GK എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ CSEB നോക്കുന്നവരും PSC നോക്കുന്നവരും ഒക്കെയാണ് അതിൻ്റെ വീഡിയോസ് ഓൾറെഡി അതിൽ കിടപ്പുണ്ട്. അപ്പം ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. ഹാരോൾഡ് ഡോമർ മാതൃക കാർഷിക പദ്ധതി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോൾഡ് ഡോമർ മാതൃക കാർഷിക പദ്ധതി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജ്. അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി എന്ന് ചോദിച്ചാൽ KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ. ഇപ്പം പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. ഫക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിൽ വെച്ചാണ് പറഞ്ഞത്. അപ്പം അണക്കെട്ടുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഫക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിൽ വെച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നും. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി. അപ്പം ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ നാലാം പഞ്ചവത്സര പദ്ധതി. നാലാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അപ്പം നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലും പരിഹാരമായ പദ്ധതി പ്ലാൻ ഹോളിഡേ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലും പരിഹാരമായ പദ്ധതി എന്ന് പറയുന്നത് പ്ലാൻ ഹോളിഡേ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി എന്ന് പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി. ഇപ്പോൾ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടത്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇപ്പം ജനകീയ പദ്ധതി എന്ന് ചോദിച്ചാൽ അറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബശ്രീ ആരംഭിച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു. കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17. അപ്പം കുടുംബശ്രീ ആരംഭിച്ചത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. കുടുംബശ്രീ ആരംഭിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 1998 മെയ് 17. പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ്. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നത്. ഫക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുട്ട് അണക്കെട്ട് ഇവ നിലവിൽ വന്നത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പം ഹിരാക്കുട്ട് അണക്കെട്ടും ഫക്രാനങ്കൽ അണക്കെട്ടും ഒക്കെ നിലവിൽ വന്നത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മെഹലനോബിസ് പദ്ധതി വ്യവസായിക പദ്ധതി എന്നറിയപ്പെട്ടത് 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം 2-ാം പഞ്ചവത്സര പദ്ധതിയാണ് മെഹലനോബിസ് പദ്ധതി അല്ലെങ്കിൽ വ്യവസായിക പദ്ധതി എന്നറിയപ്പെട്ടത്. മിശ്ര സമ്പത്ത് വ്യവസ്ഥ ഇന്ത്യ സ്വീകരിച്ചത് 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പം മിശ്ര സമ്പത്ത് വ്യവസ്ഥ ഇന്ത്യ സ്വീകരിച്ചത് 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 3-ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8-ാം പഞ്ചവത്സര പദ്ധതി. അപ്പം 8-ാം പഞ്ചവത്സര പദ്ധതിയാണ് റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത്. പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷൻ. അപ്പം പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷനാണ്. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1953 ഡിസംബർ 28-നാണ്. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1953 ഡിസംബർ 28-നാണ്. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ആരംഭിച്ചത് 1959-ലാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് TV സംപ്രേഷണം ആരംഭിച്ചത് 1959-ലാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആവിഷ്കരിച്ചത് 1952 ഒക്ടോബർ 2-നാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആവിഷ്കരിച്ചത് 1952 ഒക്ടോബർ 2-നാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമായ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസാക്കിയത് 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് കമ്പനീസ് ആക്ട്. അത് പാസാക്കിയത് 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അപ്പോൾ DRDO നിലവിൽ വന്നത് 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1966 മുതൽ 69 വരെയുള്ള 3 വർഷകാലമാണ് പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 1966 മുതൽ 1969 വരെയുള്ള 3 വർഷകാലമാണ് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആസൂത്രണ കമ്മീഷൻ അവസാനിച്ചത് 2014. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. അപ്പം ആസൂത്രണ കമ്മീഷൻ അവസാനിച്ചത് 2014-ലാണ്. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി 12-ാം പഞ്ചവത്സര പദ്ധതി. ഇപ്പോൾ ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ 12-ാം പഞ്ചവത്സര പദ്ധതിയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ 1-ാം പഞ്ചവത്സര പദ്ധതിയോട് അനുബന്ധിച്ചാണ് കേരളത്തിൽ നടപ്പാക്കിയത് 1955. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ 1-ാം പഞ്ചവത്സര പദ്ധതിയോട് അനുബന്ധിച്ചാണ് കേരളത്തിൽ നടപ്പാക്കിയത്.
1955. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇതിപ്പം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയേ ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് പഠിക്കാം. അതുപോലെ തന്നെ CSEBയുടെ ഒക്കെ സിലബസിലുള്ള യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കൊക്കെ നമ്മൾ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അത് CSEB PSC GK എന്നുള്ള ഫോൾഡറിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.